ഒന്നാമത്തെ ഭാര്യയുടെ പേരെന്താ ചേച്ചി? ഹസീന. രണ്ടാമത്തെ ഭാര്യയുടെ പേരെന്താണ്? അശ്വതി. മൂന്നാമത്തെ ഭാര്യയുടെ പേരെന്താണ്? നാലാമത്തെ ചേച്ചിയാണ് സിനി. ചേച്ചിയുടെ പേര് സിന്ധു. ആറാമത്തെ ശരണ്യ. അങ്ങനെ 6 വിവാഹമാണ് ഈ തട്ടിപ്പ് ഇവർ കഴിച്ചത് കേട്ടോ. ഇതാണ് ആ കല്യാണ രാമൻ ഇല്ലയോ? 1, 2, 3 പെൺകുട്ടികളെയല്ല, 6 പേരെയാണ് ഇവൻ ചതിച്ചതില്ലേ. ഈ ചേച്ചി 5ാമത്തെ ഭാര്യയാണ്, ഈ ചേച്ചി 4ാമത്തെ ഭാര്യയാണ്. 6ാമതും ഇവൻ വിവാഹം കഴിച്ചു. ഇനി ഒരു പാവപ്പെട്ട പെൺപിള്ളേരെ ഇനി ഇത് ചതിക്കരുത്, ചതിക്കാൻ പാടില്ല. ഇയാള് ഒത്തിരി കടങ്ങളായിപ്പോയി. ലോണുകാരാണെങ്കിൽ വീട്ടിൽ വന്ന് 24 മണിക്കൂറും ലോണുകാരാണ് വന്ന് ഇറങ്ങി കയറുന്നത്. വീട്ടിൽ കഞ്ഞി വയ്ക്കാൻ പോലും പാങ്ങില്ലാത്തൊരവസ്ഥയാണ്. സത്യമാണ് ഇത്. നീ കല്യാണം കഴിച്ച് നീ 6 രൂപ കൂടെ ജീവിച്ചോ. ഈ പാവങ്ങളെ പറ്റിച്ച പൈസ നീ തിരിച്ചു കൊടുക്കടാ പരമനാറി. നിന്നെ അങ്ങനെ വിളിക്കാൻ പറ്റത്തുള്ളൂ. നിയമപരമായി ആരെയും വിവാഹം കഴിക്കത്തില്ല. ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളെ വലയിലാക്കിയിട്ട് അവരുടെ കൂടെ താമസിക്കുക. 1 or 2 വർഷം താമസിച്ചിട്ട് അവരെ കൊണ്ട് ലോണുകൾ എടുപ്പിക്കുക. എന്നിട്ടും മുങ്ങുക. അടുത്ത പെണ്ണിൻ്റെ കൂടെ പോവുക, ബസ്സിൽ പോവുക, നമ്പർ കൊടുത്ത് പരിചയപ്പെടുക. പേര് ഇയാൾ ഇതന്നെ ഷാക്കർ എന്നാണ് പറയുന്നത്. ഷാക്കർ കുട്ടപ്പായി. ഇയാളുടെ യഥാർത്ഥ പേരെന്താ? അത് തന്നെ. ഇനി ഒരു സ്ത്രീയും ഇവന്റെ വലയിൽ വീണ് ചതിയിൽ പെടരുത്. യാത്രക്കാർ ശ്രദ്ധിക്കുക. ഇവൻ തട്ടിപ്പുകാരനാണ്, കല്യാണ വീരനാണ്. കള്ളം പറയേണ്ട കാര്യമില്ല. അത്രയും ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത്രയും മാനസികമായിട്ടും ഒരുപാട് അനുഭവിച്ചോളാണ്. അനുഭവിച്ചു. ഇവൻ 1 അല്ല 5 അല്ല 6 സ്ത്രീകളുടെ ജീവനാണ് അവൻ നശിപ്പിച്ചത്. അല്ല, ദീപിക ബസ് ഒരു 5 ബസ്സാണ്ട് ഉണ്ട്. അതിലെല്ലാത്തിലും ഓരോ ദിവസം പോകുന്നുണ്ട്. ഇവന് എത്ര പേരെയാണ് ഇങ്ങനെ ചതിച്ച് ഇല്ലാതാക്കിയത്. ഇവരെ ചതിച്ചെന്ന് മാത്രമല്ല, കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങളെ ആക്കി കൊടുത്തിട്ട് രക്ഷപ്പെട്ടു പോവാ. ഒത്തിരി ലോൺ എടുത്തോണ്ട് പോയേക്കോ. നമുക്ക് ആ പൈസ മാത്രം കിട്ടിയാൽ മതി. ഇയാളെന്ന് പറഞ്ഞാൽ ഇയാളെ വേണ്ട. അതെ, കണ്ടില്ലേ ഇവൻ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാല്. സത്യം പറഞ്ഞാൽ ഇവനെയൊക്കെ ഒന്ന് ആലോചിച്ചു. ഇവനൊക്കെ സസുഖം വാഴുവാണ് നമ്മുടെ ഈ നാട്ടില്. ഇവന്റെ ബസ്സിൽ കയറുന്ന സ്ത്രീകൾ ശ്രദ്ധിക്കണം. ഇവൻ ഇങ്ങനെയുള്ള ഒരുത്തനാണ്. ഈ കാണുന്ന പാവങ്ങളെ ചതിച്ച് പറ്റിച്ച് അവരെ കൊണ്ട് ലോൺ എടുപ്പിച്ച് അവൻ ജീവിക്കുവാണ് കേട്ടോ. ഈ ചേച്ചിയുടെ കുഞ്ഞിന്റെ പേരിൽ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ് വരെ പിരിവെടുത്തവനാവൻ. ഇനി ഒരു പെൺപിള്ളേർക്ക് ഗതി വരരുതെന്ന് വിചാരിച്ച് തന്നെയാണ് നമ്മൾ ഇറങ്ങിയത്. നമ്മൾ എന്ത് വന്നാലും നമുക്ക് കുഴപ്പമില്ല. കാരണം നമ്മൾ അത്ര അനുഭവിച്ചു. നമുക്കൊക്കെ പെൺകൊച്ചുങ്ങളിരിക്കുന്നു. ഇവിടെ പേടിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങളെ ഒന്നും ഞാൻ നിയമപരമായിട്ട് വിവാഹം കഴിച്ചില്ലോ, നീ എവിടെ വേണമെങ്കിലും പോയി പരാതി കൊടുക്ക് എന്ന് പറഞ്ഞാണ് ഇവരെ ഭീഷണിപ്പെടുത്തുന്നത് ഇല്ലേ. നമ്മള് പാവങ്ങളായതുകൊണ്ട് നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. എന്റെ പേര് സിനി എന്നാണ്. എനിക്ക് ഒരുപാട് കടവും ഇത് വലിച്ചു വെച്ചിട്ടാണ് ഇയാൾ പോയത്. ഒത്തിരി ലക്ഷക്കണക്കിന് കടമാണ് ഇയാൾ വലിച്ചു വെച്ചേക്കുന്നത്. 1 വർഷത്തിനിടയിൽ 1 വർഷത്തിനിടയിൽ ഇയാൾ ഇത്രയും ഒരു ഇതാണ്, ഫ്രോഡാണെന്ന് ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. 6 വിവാഹം കഴിച്ച് എനിക്കിപ്പോൾ ഇതിൽ നിന്ന് ഒരു കുഞ്ഞുണ്ട്, 2 വയസ്സായ ഒരു കുഞ്ഞുണ്ട്. എനിക്ക് ഇതിനൊരു നടപടി എനിക്ക് ഉണ്ടാക്കി തരണം ഇതിന്. കാരണം ഇനി ഒരു പാവപ്പെട്ട പെൺപിള്ളേരെ ഇനി ഇത് ചതിക്കരുത്, ചതിക്കാൻ പാടില്ല ഇയാള്. കാരണം ഒത്തിരി കടങ്ങളായിപ്പോയി. ലോണുകാരാണെങ്കിൽ വീട്ടിൽ വന്ന് 24 മണിക്കൂറും ലോണുകാരാണ് വന്ന് ഇറങ്ങി കയറുന്നത്. വീട്ടിൽ കഞ്ഞി വയ്ക്കാൻ പോലും പാങ്ങില്ലാത്തൊരവസ്ഥയാണ്. സത്യമാണ് ഇത്. എനിക്ക് എന്ത് പറയണം. അങ്ങനെ പോലീസിൽ പരാതി കൊടുത്ത്, വെഞ്ഞാറമൂട്ട് കൊടുത്ത്, അവിടെ നടപടി ഉണ്ടായിട്ടില്ല. കടയ്ക്കാവൂർ കൊടുത്ത്, അവിടെ നടപടി ഉണ്ടായിട്ടില്ല. അവിടെ നിന്ന് അയാൾ എന്നെ വിളിച്ച് ഒത്തുതീർക്കാൻ വേണ്ടി വിളിച്ച്. അപ്പം ഞാൻ ലോൺ അടയ്ക്കാൻ എനിക്ക് നിവർത്തിയില്ല. കുഞ്ഞിനെ ഇട്ടിട്ട് ജോലിക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അയാൾ പറഞ്ഞ വാക്കിൽ ഞാൻ ആ കേസ് പിൻവലിച്ചിട്ട് അയാൾ ലോൺ അടയ്ക്കാമെന്ന് പറഞ്ഞാണ് ഞാൻ പിൻവലിച്ചത്. പക്ഷേ അയാൾ ഒരു ലോണിന് 500 രൂപ തന്നിട്ട് പിന്നെ അയാൾ ലോൺ അടച്ചിട്ടില്ല. ബാക്കി അവിടെ തൊട്ട് ഇങ്ങോട്ട് പെൻഡിങ് ആണ്. ഇതുവരെ അത് അടച്ചിട്ടില്ല. ലോണുകാരാണെങ്കിൽ വീട്ടിൽ വന്ന് കിടന്ന് ഭയങ്കര ഒരു ബഹളവും ഇതാണ്. രാവിലെ കാപ്പിയോ ചായ ഒരു വക കഴിക്കാനോ ഒന്നിനും പറ്റാത്തൊരവസ്ഥയാണ്. സ്റ്റേഷനിൽ ചെന്നപ്പോൾ DSP ഒക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇയാൾ ഇത്രയും വിവാഹം കഴിച്ചിട്ടുണ്ട്, ഇയാൾ ഫ്രോഡാണ്, പോലീസാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. കടയ്ക്കാവൂർ സ്റ്റേഷനില് ഇയാളെ ഗുണ്ടാ ലിസ്റ്റില് ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ടോന്ന് പറഞ്ഞ് ദേവിക ബസിന്റെ ഓണർ എന്ന് പറഞ്ഞാണ് ഇപ്പൊ ഒരു കല്യാണം കഴിച്ചേക്കുന്നത്. ചോദിക്കാനും പറയാനും പറ്റാത്ത ആരും ഇല്ലാത്തൊരു വീട്ടിലാണ് അയാൾ കയറുന്നത്. അതും കയറി ഒരു 2-3 മാസം ആവും മുന്നേ അവരെ കൊണ്ട് ലോൺ എടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ലോൺ എടുപ്പിച്ച് അത് പല വാഗ്ദാനങ്ങളാണ് തരണത്. ലോൺ എടുക്ക്, അത് ചെയ്യാം, ഇത് ചെയ്യാം, നിനക്ക് അങ്ങനെ ചെയ്തു തരാം, ഇങ്ങനെ ചെയ്തു തരാം. എടുക്കൂലെന്ന് പറഞ്ഞാലും പല വാഗ്ദാനങ്ങൾ തന്നാണ് ലോൺ എടുപ്പിക്കുന്നത്.
എടുപ്പിച്ച് നമ്മളെ കൊണ്ട് പൈസ കൈ കിട്ടിക്കഴിഞ്ഞാൽ അയാൾ വേറെ ആൾ മാറ്റമാണ്. കുറെ നാൾ കൂടെ താമസിക്കും, എന്നിട്ട് പൈസ കിട്ടി കഴിയുമ്പോൾ അയാൾ മുങ്ങും. സത്യത്തിൽ ഇവനൊരു കല്യാണ രാമനാണ്. അതാ നമുക്ക് നീതി കിട്ടണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനി ഒരു പാവപ്പെട്ട പെൺപിള്ളേർ ഇതുപോലെ ഇനി വീഴരുത്, ഇനി ഒരു അവസ്ഥ ഇതുപോലെ ഉണ്ടാവരുത്. കാരണം നമ്മൾ അത്രമാത്രം അനുഭവിച്ച് ഇരിക്കുകയാണ്. മൊത്തം 2 ലക്ഷം രൂപ കടമുണ്ട്, 2,50,000 രൂപ ഉണ്ട്. ഒരു നിവർത്തി അടയ്ക്കാൻ. അച്ഛൻ കൂലിപ്പണിയാണ്, അമ്മ കൂലിപ്പണിയാണ്, റബ്ബർ വെട്ടാണ്. എത്ര വയസ്സുണ്ട്? എനിക്ക് 31 വയസ്സ്. ഇങ്ങനെയുള്ള ഇയാളെ നീതിക്ക് മുന്നേ തന്നെ കൊണ്ടുവരണം. എനിക്കും ഇയാളെ കുറിച്ച് പ്രത്യേകിച്ച് അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ ഈ കേസുമായിട്ട് ചെന്നപ്പോഴത്തേക്കാണ് അറിയുന്നത്. ഞാൻ 4 വിവാഹം കഴിച്ചെന്നുള്ളത് ഞാൻ അറിയുന്നത്. ഞാൻ 5-മത്തേതാണ്. എനിക്കൊരു 1.5 ലക്ഷം രൂപ ഞാൻ ലോൺ എടുത്തു കൊടുത്തത്. പിന്നെ പുള്ളി ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് ഒരു 60,000 രൂപയായി. പിന്നെ ഒരു വണ്ടി, എൻ്റെ ഒരു ബൈക്ക് പുള്ളിയുടെ കയ്യിലാണ്. എനിക്കിത് ഇത്രയും വേണം. ഞാൻ അങ്ങനെ അത് ആവശ്യപ്പെട്ടപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞ് ഇപ്പോഴും പറ്റൂല, ഒത്തിരി താമസം വരും, ഞാൻ തരാന്ന് പറഞ്ഞു. ഇതാണ് കല്യാണരാമൻ ഇല്ലയോ? ഇതാണ് ഈ കല്യാണരാമൻ. ഈ ചതിയൻ 1, 2, 3 പെൺകുട്ടികളെയല്ല, 6 പേരെയാണ് ഇവൻ ചതിച്ചതില്ലേ. 6 വിവാഹമാണ് ഈ തട്ടിപ്പൂരം നടത്തിയത്. ഈ നാറിയെ പോലുള്ളവനെ ജോലി കൊടുക്കരുത്. ഇനി ഒരു പെൺകുട്ടികൾക്ക് ഇതുപോലത്തെ ഒരു അവസ്ഥ വരാൻ പാടില്ല. അയാളെ സ്ഥലം വർക്കല രഘുനാഥപുരം എന്നാണ് പറയുന്നത്. ഇവിടെ മണനാക്കിലാണ് ശരിക്കും വന്ന് തങ്ങുന്നത്. രഘുനാഥപുരത്തുള്ള വീടൊക്കെ വിറ്റായിരുന്നു. വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പറയും? വീട്ടില് ഉമ്മയുണ്ട്, സഹോദരി, ഒരളിയനും. ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടാൻ നമ്പർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അയാള് നമ്പർ എഴുതി നമ്മളെ മുന്തിയിൽ കൊണ്ട് ഇട്ടിട്ടാണ് പോകുന്നത്. പോയിട്ട് ഞാനാണെങ്കിൽ എതിർത്ത് സംസാരിച്ചതാണ്. അപ്പോഴെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇയാൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്, അതുകൊണ്ടാണ് നമ്പർ ഇട്ടത്. പേര് ഇയാൾ ഇതേനെ ഷാക്ർ എന്നാണ് പറയുന്നത്. ഷാക്ർ കുട്ടപ്പായി. യഥാർത്ഥ പേരെന്താ? അത് തന്നെ. നിയമപരമായിട്ട് വിവാഹം കഴിക്കാൻ എല്ലാം റെഡിയാക്കി വെക്കുമ്പോഴാണ് ഇവ അടുത്തയില് മുങ്ങുന്നത്. ഇല്ല ആരെ എഴുതിയിട്ടില്ല. അതാണ് അയാള് എല്ലാരും ഫോൺ വിളിച്ച് പറയുമ്പോഴത്തേക്ക് അയാൾ പറയുന്ന ഇതാണ്, ഞാൻ നിങ്ങൾ പൊക്കോ, നിയമപരമായിട്ട് നിങ്ങൾ കേസ് കൊടുത്തോ, പക്ഷെ നിങ്ങളെ കല്യാണം കഴിച്ചിട്ടുള്ള ഒരു രേഖയും എന്റെ കയ്യിലില്ല. നിങ്ങൾ കൊടുത്തോ, പക്ഷെ കുഞ്ഞിനെ ഞാൻ ചെലവിന് കൊടുത്തോളാം, നിങ്ങളെ കൂടെ വന്ന് താമസിക്കണോന്ന് അവർ പറയുന്നത്. ഒരു നിവർത്തിയില്ല സാറേ. നമുക്ക് എങ്ങനെയെങ്കിലും ഇത് അവന് നിന്ന് അവൻ പൈസ തന്നാ മതി. അവൻ തന്നില്ലെങ്കിൽ അവള് തരണം. കാരണം അത്രയ്ക്ക് ഭീഷണിയായിട്ട് നിൽക്കുന്ന ഒത്തിരി ചീത്ത. മെനിങ്ങാന്നത് ഈ ചേച്ചിനെ ഒത്തിരി ചീത്ത വിളിച്ചു. പെണ്ണാണ്, കല്യാണം വേറെ കല്യാണം കഴിച്ചേക്കുന്നത്. ഇനിയും ബസ്സിൽ വരുന്ന സ്ത്രീകളെ കണ്ണും കൈയും കാണിച്ച് ഇവൻ പരിചയപ്പെട്ടു പോകും. സ്ത്രീകൾ ഇവന്റെ ചതിപ്പെടും. ഉറപ്പാണ്. ഉറപ്പ്. അമ്മക്ക് അനുഭവമാണ്, ഉറപ്പുണ്ട്.